കച്ചവടക്കാർ ഓരോരുത്തരും വന്നപ്പോൾ ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കി ഇയാൾ വിളിക്കുമ്പോൾ ഇയാൾ സ്വിച്ച് ഓഫ് ആയി ഫോൺ. ഏകദേശം 1 കിലോ ഒക്കെ അടുത്ത് സ്വർണ്ണാഭരണങ്ങൾ ഇയാൾ കൈമിലാക്കിയിട്ട് ഇയാൾ മുങ്ങുകയുണ്ടായത്. ആളുകളായിട്ട് നല്ല ബന്ധത്തിലാണ്, നല്ല വിശ്വാസത്തിലാണ്. അത് മുതലെടുക്കുക, വിശ്വാസവഞ്ചനയാണത്. അത് ശരിക്കും അയാൾ മുതലാക്കിയ. ഇപ്പൊ തിരിച്ചു കൊണ്ടുവരാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് കോഴിക്കോട് കമ്മത്ത് 11 ജ്വല്ലറികളിൽ നിന്നായി ഏതാണ്ട് 1 കിലോയിലധികം സ്വർണമാണ് നാഷണൽ ജ്വല്ലേഴ്സിന്റെ ഉടമയായ സഫർനാസ് അടിച്ചു മാറ്റിയത്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു സംഭവം. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് തന്റെ കടയിൽ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട്, അയാളെ കാണിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കമ്മത്ത് 11ഓളം ജ്വല്ലറികളിൽ നിന്നായിട്ട് ഏതാണ്ട് 1.5 കോടിയോളം രൂപയുടെ സ്വർണമാണ് സഫർനാസ് മേടിച്ചത്. എന്നാൽ അല്പസമയം കഴിഞ്ഞ് തിരിച്ചു തരാമെന്ന് പറഞ്ഞ് മേടിച്ചു കൊണ്ടുപോയ സ്വർണം കൊണ്ടുപോയിട്ട് മണിക്കൂറുകളായിട്ടും തിരികെ എത്തിക്കാത്തത് എന്താണ് എന്ന് അന്വേഷിച്ചുകൊണ്ട് ജ്വല്ലറി ഉടമകൾ നാഷണൽ ജ്വല്ലറിയിൽ എത്തിയപ്പോഴാണ് കട അടഞ്ഞു കിടക്കുന്നത് കേട്ടത്. ഉടൻ തന്നെ അവർ പോലീസിൽ പരാതിപ്പെട്ടു. പക്ഷെ അപ്പോഴേക്കും സ്വർണവുമായിട്ട് സഫർനാസ് കടന്നു കളഞ്ഞിരുന്നു. പോലീസ് എന്തായാലും അന്വേഷണം ഊർജിതപ്പെടുത്തിയിട്ടുണ്ട്. കമ്മത്ത് ജ്വല്ലറികൾ ഇപ്പോൾ തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സ്വർണം എങ്ങനെ തിരിച്ചു കിട്ടുമെന്നറിയാതെ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് കമ്മത്ത് ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് സുനിൽകുമാർ ചേട്ടനാണ്. ചേട്ടാ, കഴിഞ്ഞ ദിവസം എന്താണ് തിങ്കളാഴ്ച ആയിരുന്നല്ലോ സംഭവം, എന്താ സംഭവിച്ചത്? നമ്മുടെ കമ്മത്തിൽ കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച ഉച്ചയോട് കൂടിയിട്ടാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. തിങ്കളാഴ്ച കമ്മത്ത് നാഷണൽ ജ്വല്ലറിയിൽ ഉള്ള 2 ജീവനക്കാരിൽ ഒരാൾ, അയാൾ കടയിൽ നിന്ന് മറ്റു കടയിലേക്ക് വന്നിട്ട് അയാളെ കടയിൽ കസ്റ്റമർ ഉണ്ട്, അവർക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത ഹോൾസെയിൽ ഷോപ്പിൽ നിന്നും അതുപോലെ തന്നെ റീറ്റെയിൽ ഷോപ്പിൽ നിന്നൊക്കെ ഇയാൾ ആഭരണങ്ങൾ വാങ്ങി. അപ്പോൾ സാധാരണ നമ്മൾ ഹോൾസെയിൽ ഷോപ്പിൽ നിന്നൊക്കെ അങ്ങനെ സാധനം എടുത്ത് കസ്റ്റമർക്ക് കൊടുക്കാറുണ്ട് ഇവിടെ. അപ്പോൾ അത് ആ ഒരു വിശ്വാസം ഉപയോഗിച്ചിട്ടാണ് ഇവൻ ആ സമയത്ത് അവിടെ ചെന്നിട്ട്. അപ്പോൾ കടയിൽ കൂടെ ഉണ്ടായിരുന്ന ആൾ ഊണ് കഴിക്കാൻ പോയ സമയത്താണ് ഇയാൾ ഈ ഷോപ്പിൽ. അപ്പം ഇയാൾ പറയുന്നത് വിശ്വസിച്ചിട്ട് മറ്റുള്ള കടകളിൽ ഏകദേശം 11ഓളം കടകളിൽ നിന്ന് ഇയാൾ ആഭരണങ്ങൾ കസ്റ്റമറെ കാണിക്കാനാണ് കാണിച്ചു കൊടുത്തിട്ട് തിരിച്ചു തരുന്നുള്ളതിൽ കൊടുത്തു. അങ്ങനെ തിരിച്ചു വരുന്ന സമയം കഴിഞ്ഞതിന് ശേഷവും ആഭരണങ്ങൾ വരാതെ ഇപ്പോൾ കൊടുത്ത ആളുകൾ കടയിലേക്ക് അന്വേഷിച്ചു പോയപ്പോഴാണ് ആ കട ഗ്ലാസ് ഡോർ അടഞ്ഞു കിടക്കുന്നത്. അവിടെ ഇരിക്കുന്ന കൂടുതൽ ആൾ ഇരിക്കുമ്പോൾ ഇയാൾ വരുന്നത് ഞാനൊന്നും അറിയില്ല എന്ന് പറയും. അങ്ങനെ കച്ചവടക്കാർ ഓരോരുത്തരും വന്നപ്പോൾ ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കി ഇയാൾ വിളിക്കുമ്പോൾ ഇയാൾ സ്വിച്ച് ഓഫ് ആയി ഫോൺ. അപ്പോൾ ഏകദേശം 1 മണിക്കൂർ കൊണ്ട് ഇയാൾ ഊണ് കഴിച്ചു വരുന്നുള്ള ആ ഒരു സമയമാണ് ഇയാൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചത്. അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് ഇയാൾ ഈ 11ഓളം കടകളിൽ നിന്ന് ഇത്രയും ആഭരണങ്ങൾ കൈക്കലാക്കി. ഏകദേശം 1 കിലോ ഒക്കെ അടുത്ത് സ്വർണ്ണാഭരണങ്ങൾ ഇയാൾ കൈമിലാക്കിയിട്ട് ഇയാൾ മുങ്ങുകയുണ്ടായത്. സാധാരണ നമ്മൾ ഇപ്പോൾ എല്ലാ മേഖലയിലും അങ്ങനെ ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ഈ ഞങ്ങളെ മേഖല എന്ന് പറഞ്ഞാൽ 200-ലധികം വ്യാപാരികൾ കച്ചവടം ചെയ്യുന്ന ഒരു മേഖലയാണ്. ഈ മേഖലയിൽ ഹോൾസെയിലുകാരുണ്ട്, റീറ്റെയിലുകാരുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഒരു സാധാരണ ഐറ്റംസ് കുറവുള്ള ഷോപ്പിലൊക്കെ ഒരു കസ്റ്റമർ എത്തിയാൽ അവർ ആവശ്യപ്പെടുന്ന ആഭരണം അവിടെ ഇല്ലെങ്കിൽ ഈ ഹോൾസെയിൽ കടയിൽ നിന്ന് എടുക്കും. ആ ആഭരണം അവർ വാങ്ങിക്കുകയാണെങ്കിൽ അവർ ബില്ലടിച്ചിട്ട് അവർക്ക് ആഭരണം കൈമാറുകയും ചെയ്യും. അത് സാധനം അത് ചിലപ്പോൾ ആ കടക്കാരൻ ഓർഡർ ആക്കി എടുക്കുകയാണെങ്കിൽ ഈ ആഭരണം തിരിച്ചേൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പൊ അതൊരു വിശ്വാസത്തിന്റെ പേരിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അത് ഇയാൾക്ക് മുതലെടുക്കാതെ ഇയാൾ ഒരു 12 വർഷത്തിലധികമായിട്ട് ഈ മേഖലയിലുള്ള ആളാണ്. ഈ കച്ചവടം എന്ന് പറഞ്ഞാൽ ആ കട നടത്തിയ ആൾ ഇപ്പൊ അവിടെ ഇല്ല. ആ കട ഇവർ പേറ്റെടുത്തിട്ട് ഇവര് നടത്തുകയാണ്. അതിന്റെ ആൾ ആ കട ഒഴിവാക്കിയിട്ട് ഗൾഫിലോട്ട് പോയതാണ്. അപ്പൊ കട നടത്തിപ്പിനായിട്ട് ഇവർ ഏൽപ്പിച്ചതാണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. പക്ഷെ എന്തായാലും ഇവര് ആളുകളായിട്ട് നല്ല ബന്ധത്തിലാണ്, നല്ല വിശ്വാസത്തിലാണ്. അത് മുതലെടുക്കുക, വിശ്വാസവഞ്ചനയാണത്. അത് ശരിക്കും അയാൾ മുതലാക്കിയത്. പരാതി ഞങ്ങൾ അസോസിയേഷനെ വരെ അറിയിച്ചതിനെ തുടർന്ന് ഞങ്ങളൊരു 5 മണിയോട് കൂടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി. 6 മണിയോട് കൂടിയിട്ട് പരാതി നൽകി. പോലീസ് ഉടനെ തന്നെ അവരെ അവരെ വീടുമായി ബന്ധപ്പെട്ട് പോലീസ് വീട്ടിലേക്ക് പോയി. വീട്ടിൽ പോയപ്പോൾ അവര് പറഞ്ഞ ഇയാൾ രാവിലെ ഇവിടെ നിന്ന് പോയതാണെന്ന്. പക്ഷെ അയൽവാസികളൊക്കെ അവിടുന്ന് അപ്പം തന്നെ പറയും ഇയാൾ വൈകുന്നേരം അവിടെ വന്നിട്ടുണ്ടെന്ന് പറയും. അപ്പോഴാണ് പോലീസിനോട് പാസ്പോർട്ട് ഇല്ലാന്നും മറ്റുമൊക്കെ അവർ പറഞ്ഞത്. വീട്ടുകാർ വേണം. പക്ഷെ ഞങ്ങളത് പോലീസിന്റെ ടവർ ലൊക്കേഷനൊക്കെ നോക്കുമ്പോൾ ഇയാളെ കുന്നമംഗലം ഭാഗത്തുനിന്ന് ഫോണ് ഓണായിട്ട് ഉള്ളതായിട്ട് അറിയാൻ കഴിഞ്ഞു. പക്ഷെ എന്തായാലും രാവിലെ ഞങ്ങൾ FIR ഇട്ട് ഒരു കേസ് എടുത്ത് അന്വേഷിച്ചു.
പാസ്പോർട്ട് ഉണ്ടെന്ന് പിറ്റേന്ന് രാവിലെയാണ് അറിയാൻ കഴിഞ്ഞത്. അയാൾ 2 മാസം മുമ്പ് പാസ്പോർട്ട് എടുത്തെന്ന് പോലീസ് അറിയും. ഇയാൾ വളരെ ആസൂത്രിതമായി നടത്തിയ ഒരു വലിയ തട്ടിപ്പാണ്. കൂടെ ഉണ്ട ആള് പിന്നീട് പറയുന്നത് ആ കടയിൽ ആരോ റിപ്പയറിന് കൊടുത്ത ആഭരണം പോലും ഇയാൾ എടുത്തുകൊണ്ട് പോയിക്കുന്നത്. അത് നമുക്ക് അത്ര വിശ്വസനീയമാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്തായാലും അയാൾക്ക് ഇതിൽ പങ്കില്ല എന്ന് അയാൾ തീർത്ത് പോലീസിനോട് ഞങ്ങളോടൊക്കെ പറയുന്നു.